Download now. CC Learning app. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. നെറ്റ് എക്സാമിന് ഇനി 5 വീക്സ് കൂടെ ഉള്ളൂ. എല്ലാവരും അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റിൻ്റെ ഒരു 30-ഡേ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഓക്കെ, 30-ഡേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയാസ് പറയുന്നുണ്ട്, ഏതൊക്കെ യൂണിറ്റ്സിനാണ് നമ്മൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുടെ ഒരു JRF സ്ട്രാറ്റജി ആൻഡ് പ്രയോറിറ്റി മെട്രിക്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസിൽ 75 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ പ്ലസ് കറക്റ്റ് ആൻസേഴ്സ് നേടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിനെ ആദ്യം 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C. കാറ്റഗറി A എന്ന് പറയുമ്പം ഹൈ വെയിറ്റേജ് വരുന്ന യൂണിറ്റ്സ് ആണ് കാറ്റഗറി Aയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂണിറ്റ് 1, 2, 4, 5 ആൻഡ് 8. അതിനകത്ത് ഈ യൂണിറ്റ്സ് വരുന്നത് കോർ മാനേജ്മെൻറ്റ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, HRM, ഫൈനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് എന്നീ 5 യൂണിറ്റ്സിനാണ് കാറ്റഗറി Aയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ടോപ്പിക്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ യൂണിറ്റ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റ്യൻസും ഈ 5 യൂണിറ്റ്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അടുത്തത് കാറ്റഗറി B, ഒരു മീഡിയം വെയിറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിനകത്താണ് യൂണിറ്റ് 3, 7, 9 എക്കണോമിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഈ യൂണിറ്റ്സിൽ നിന്ന് നിങ്ങൾക്കൊരു 25 to 30% ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത കാറ്റഗറി C, ഒരു സ്ട്രാറ്റജിക് യൂണിറ്റ്സ് ആണ്. ഓക്കെ, പലരും മിസ്സാക്കുന്ന ഒരു യൂണിറ്റ്സ് ആണ്, എന്നാലും ആ യൂണിറ്റ്സും കൂടെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, യൂണിറ്റ്സ് 6 and 10 ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ഓൺട്രപ്രന്യൂർഷിപ്പ്. ഓക്കെ, ഈ 2 യൂണിറ്റ്സ് ആണ് നമ്മൾ സ്ട്രാറ്റജിക് യൂണിറ്റ്സ് ആക്കി പറയുന്നത്, അതായത് കാറ്റഗറി Cയിൽ പെടുത്തിയിരിക്കുന്നത്. ഒരു 15 to 10% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ യൂണിറ്റ്സിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റഡി റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 70% റിവിഷനും പ്രാക്ടീസ്, അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊരു 70% നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ആൻഡ് അതർ 30% ഫോർ ഫ്രഷ് കൺസെപ്റ്റ്സ്. നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത ഈ യൂണിറ്റ്സിൽ നിന്ന് വരുന്ന ഫ്രഷ് കൺസെപ്റ്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നന്നായിട്ടത് പഠിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു 30-ഡേ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പം അതിനെ 4 phases ആക്കി ഞാൻ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, phase 1. ഓക്കെ, phase 1ൽ ആദ്യത്തെ 4 ദിവസം, ഫസ്റ്റ് 1 to 4 ഡേയ്സ് നിങ്ങൾ യൂണിറ്റ്സ് 1 and 2ൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോർ മാനേജ്മെൻറ്റ് ആൻഡ് OB, അതാണ് യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും വരുന്നത്. യൂണിറ്റ് 1ൽ കോർ മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ ബേസിക് ആയിട്ട് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, ബിസിനസ് എത്തിക്സ്, CSR. നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ PG UG ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളത് നിസ്സാരമാണെന്ന് കരുതി വിട്ടുകളയരുത്. നിങ്ങളത് ഊന്നി ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു കീ ഫോക്കസ് ഏരിയ ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് 2, ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണാലിറ്റി, ബിഗ് 5 ഓഷ്യൻ മോഡൽസിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് പെർസെപ്ഷൻസ്, മോട്ടിവേഷൻസ്, ലീഡർഷിപ്പ്. മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് തിയറീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാനേജ്മെൻറ്റ് ക്ലാസ്സസിൽ. അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് യൂണിറ്റ് 2ൽ തന്നെ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വരുന്നതാണ്. ജോബ് അനാലിസിസ്, സെലക്ഷൻ വേഴ്സസ് റിക്രൂട്ട്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ഈ കാര്യങ്ങളൊക്കെ യൂണിറ്റ് 2ൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 1ൽ നിന്ന് നിങ്ങൾക്കൊരു 10 to 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. യൂണിറ്റ് 2ൽ നിന്നും നിങ്ങൾക്കൊരു 10 to 12 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് phase 1ൽ തന്നെ 5 to 7, അതായത് 5ഉം 6ഉം 7ഉം ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. എക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജി, യൂണിറ്റ് 3ൽ വരുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്ന കാര്യങ്ങളാണ് യൂണിറ്റ് 3ൽ വരുന്നത്. ലോ ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ടൈപ്സ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഐസോകോൺസ്. അടുത്തതായി മാർക്കറ്റ് സ്ട്രക്ചർ, പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ,
കോമ്പറ്റീഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പറ്റീഷൻസ്. അടുത്ത സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പോർട്ടേഴ്സ്, ഫൈഫോഴ്സ് അനാലിസിസ്, വാല്യൂ ചെയിൻ അനാലിസിസ്, BCG മെട്രിക്സ്, അൻസോഫ് മെട്രിക്സ്, ഇതൊക്കെ വളരെ കോറായിട്ടുള്ള മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്ന ഏരിയാസാണ്. ഓക്കെ, ഇതിൽ നിന്നും നിങ്ങൾക്കൊരു 10 to 11 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് phase 1 കഴിഞ്ഞു. phase 2 8 to 12 days യൂണിറ്റ് 4 വരുന്ന അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് വരുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾ phase 2, അതായത് നിങ്ങൾ രണ്ടാമത്തെ ആഴ്ച പഠിച്ച് തുടങ്ങേണ്ട സബ്ജക്ട്സ്. അതായത് അക്കൗണ്ടിങ്, നിങ്ങൾ പലതരത്തിലുള്ള റേഷ്യോസ്, ഇപ്പോൾ നിങ്ങൾ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കൊമേഴ്സിലുള്ളവരാണെങ്കിലും മാനേജ്മെൻറ്റിലുള്ളവരാണെങ്കിലും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ തന്നെ നിങ്ങൾ പലതരം റേഷ്യോസ് പഠിച്ചിട്ടുണ്ടാവും. അതിന് വരുന്നതാണ് റേഷ്യോ അനാലിസിസ്, ഡ്യൂപോൺസ് അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. അടുത്തത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അടുത്ത് വരുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഈ അക്കൗണ്ടിങ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് നെറ്റ് എക്സാം നിങ്ങൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരു ഫോക്കസ് ഏരിയയാണ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 10-12 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് phase 2 13 to 16. അടുത്തതായി നമുക്ക് മാനേജ്മെൻറ്റിൽ ആദ്യത്തെ, പ്രത്യേകിച്ച് PG പഠിച്ചവർക്കറിയാം, UGയും PGയും പഠിച്ചവർക്കറിയാം, ഫസ്റ്റ് സെമസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് സമയം പോകാൻ സാധ്യതയുള്ള, അതായത് നിങ്ങൾ കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് ഊന്നി പഠിക്കുക. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ് പോലുള്ള കാര്യങ്ങൾ, സ്ക്യൂനസ്, കൂട്ടോസിസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, കുറേ പേർക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ കുറേ പേര് വിട്ട് കളയുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബൈനോമിയൽ, പോയിസൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 7 to 8 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് 7 to 8 അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റാണ് ഡാറ്റ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒന്ന് ഒത്തിണങ്ങി കോറിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു യൂണിറ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പലതരം ടെക്നിക്സ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡാറ്റ അനാലിസിസ് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ചിലും കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് phase 3 മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫീൽഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് 8, അതായത് ഹൈ വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. ഒരു 12 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കോർ കൺസെപ്റ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 4Ps 7Ps ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ്. അടുത്തത് സ്ട്രാറ്റജി, സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ്, പൊസിഷനിങ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ്, ബ്രാൻഡ് ഇക്വിറ്റി, മോഡേൺ ട്രെൻഡ്സ് ആയ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ് ആൻഡ് CRM. ഇതൊക്കെ വളരെ ഫോക്കസ് ഏരിയാസ് ആണ്. നിങ്ങൾ നന്നായിട്ട് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 12-13 ക്വസ്റ്റ്യൻസ് വരെ എന്തായാലും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എന്തായാലും മിക്ക പ്രീവിയസ് ഇയേഴ്സിലും മാർക്കറ്റിങ്ങിൽ നിന്ന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കീ ഏരിയ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. അടുത്തത് phase 3 ഓപ്പറേഷൻസ് ആൻഡ് IT. ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. മീഡിയം കാറ്റഗറി ആണെന്ന് കരുതി നിങ്ങൾ വിട്ടുകളയരുത്. ഓക്കെ, ഓപ്പറേഷൻസ് നിന്ന് PERT, CPM, ലീനിയർ പ്രോഗ്രാമിംഗ്, ഗ്രാഫിക്സ്, EOQ മോഡൽസ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, സിക്സ് സിഗ്മ ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫർമേഷൻ സിസ്റ്റംസ്, MIS, DSS, ERP ഇംപ്ലിമെൻറ്റേഷൻ, വാല്യൂ ചെയിൻ. ഓക്കെ, അതായത് ഓപ്പറേഷൻസ് ആൻഡ് IT എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 8 to 9 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക്
പ്രതീക്ഷിക്കാവുന്നതാണ്. മീഡിയം കാറ്റഗറിയാണ്. മീഡിയം കാറ്റഗറി ബിയിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസിൻ്റെ 25-30% ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓക്കെ, ഫേസ് 4 വരുന്നതാണ് ബാങ്കിങ് ആൻഡ് IB, ബാങ്കിങ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്. അതും ഒരു കാറ്റഗറി 2 മീഡിയം വെയ്റ്റിൽ വരുന്നതാണ്. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എക്കണോമിക്സും കുറച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ള മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ബാങ്കിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ്ങിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്, തിയറീസ് ഓഫ് ട്രേഡ്, FDI, FPI, പിന്നെ അടുത്ത റീസൺ ട്രെൻഡ്സ്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതിന് ലാസ്റ്റ് വീക്കിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് സ്ട്രാറ്റജിക് യൂണിറ്റ്സ് ആണ്. അത് പലവരും വിട്ടുകളയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾ വിട്ടുകളയരുത്. നിങ്ങൾക്ക് JRF ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്തായാലും ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള യൂണിറ്റ്സ് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണ് നിങ്ങൾ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറി സിയിൽ നിന്ന് നിങ്ങൾക്കൊരു 15-20%, 15-20% ക്വസ്റ്റ്യൻസ് കാറ്റഗറി സിയിൽ നിന്ന് വരും. അതാണ് ഓൺട്രപ്രണർഷിപ്പാണ് ആദ്യത്തത്. SMEs, MSMEs നിങ്ങളിത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ സിഗ്നസ്, ഇന്നൊവേഷൻ, ഇൻട്രാപ്രണർഷിപ്പ്, ഓൺട്രപ്രണർഷിപ്പ്. ഇത് ഓൺട്രപ്രണർഷിപ്പും മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊരിക്കലും വിടാതിരിക്കുക. നിങ്ങൾക്ക് JRF ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കാറ്റഗറി സിയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഫോളോ ചെയ്തിരുന്നൊരു സ്റ്റഡി പ്ലാൻ ഇത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ കാറ്റഗറി വൈസ് തന്നെ ഓരോ പോർഷൻസിനെയും, ആ സബ്ജക്റ്റിനെയും ഓരോ പോർഷൻസിനെയും ഡിവൈഡ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആ ഓരോ കാറ്റഗറി വൈസ് നിങ്ങളൊന്ന് സ്ട്രെസ് കൊടുത്ത് തന്നെ അത് പഠിക്കുക. JRF ആണ് ലക്ഷ്യമെങ്കിൽ ഞാൻ പറഞ്ഞു കാറ്റഗറി എയും ബിയും മാത്രം പോരാ, കാറ്റഗറി സിയും കൂടെ നിങ്ങളതിനകത്ത് ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്ത ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ഇൻറ്റൻസ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. എക്സ്പീരിയൻസ്ഡും ഹൈലി സ്കിൽഡും PhD ഹോൾഡേഴ്സും ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയും മെൻറ്റേഴ്സിനെയും സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഇത്തവണ എന്തായാലും JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു. Download now. CC Learning app.